Hi all, നമ്മുടെ GIB examination നടക്കാൻ വേണ്ടി പോവാണ്. As you know, NEET-ന്റെയും JEE-യുടെയും GIB examination 28-ന് നടക്കുകയാണ്. JEE-യുടെ കേസിലുള്ള GIB-യുടെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത്. 11th-ലും 12th-ലും നമ്മുടെ റിപ്പീറ്റർ സ്റ്റുഡൻസിനും എല്ലാവർക്കും GIB എക്സാമിനേഷൻ CBT മോഡ് അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് മോഡിലാണ് ഉണ്ടാവുക. As usual, നമുക്ക് 3 hours എക്സാമിനേഷൻ ആണ്. നിങ്ങൾ ആക്ച്വൽ എക്സാമിനേഷൻ ചെയ്യുന്ന അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക, അതേ ടൈം ഡ്യൂറേഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ അതേപോലെ നമ്മൾ ലോഗിൻ ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും കൂടി ടൈപ്പ് ചെയ്ത് ഓൺലൈനായിട്ട് കമ്പ്യൂട്ടറിൽ എഴുതുന്ന എക്സാമിനേഷൻസ് ആയിരിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പല ഷിഫ്റ്റുകളിൽ പല ദിവസങ്ങളിൽ നടത്തിയാൽ മാത്രമേ ഈ ഓൺലൈൻ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നമ്മുടെ എക്സാമിനേഷൻസ് നടക്കുന്നത് 26th, 27th, 28th, 29 എന്നീ ദിവസങ്ങളിലും ആൻഡ് ഓൾസോ ജൂലൈ 4 and 5th എന്നീ ദിവസങ്ങളിലായിട്ടാണ് എക്സാമിനേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഓൺലൈൻ സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ ഡേറ്റ് നോ വറീസ് അറ്റ് ഓൾ, നമ്മൾ സൺഡേസിൽ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. 28നും ജൂൺ 28നും ആൻഡ് ഓൾസോ 5th ജൂലൈയിലായിട്ടാണ് നമ്മുടെ എക്സാമിനേഷൻസ് നടക്കുക. അങ്ങനെ ഓവറോൾ ആയി നടക്കുന്ന എക്സാമിനേഷൻസ് 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ബിക്കോസ് ഓഫ് കോഴ്സ് നമുക്ക് ദിവസങ്ങൾ പലതാണ്, അതുകൊണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ എക്സാമിനേഷൻസ് നടത്തി നോർമലൈസേഷൻ ചെയ്തിട്ടുള്ള ഫൈനൽ മാർക്ക് ലിസ്റ്റ് ആയിരിക്കും ഔട്ട് ചെയ്യാം. നമ്മുടെ എക്സാമിനേഷൻ ജൂലൈ 5-ന് തീരുന്നത് കൊണ്ട് തന്നെ ഫൈനൽ എക്സാമിനേഷൻ റിസൾട്ട് JEE-യുടെ കേസിൽ CBT എക്സാമിനേഷന്റെ റിസൾട്ട് 5-ാം തീയതിക്ക് ശേഷം മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് 7th-നായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 28ന് എക്സാമിനേഷൻ എഴുതുന്നവരുടെ റിസൾട്ടും 5th-ന് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവരുടെ റിസൾട്ടും ഒരുമിച്ച് നോർമലൈസേഷൻ ചെയ്ത് 7th-നായിരിക്കും നിങ്ങൾക്ക് റിസൾട്ടായിട്ട് കയ്യിൽ കിട്ടുക. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതാൻ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 11th-ലുള്ള സ്റ്റുഡൻസ് ഉണ്ട്, 12th-ലുള്ളവരുണ്ട്, റിപ്പീറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പല ഷിഫ്റ്റുകളിലാണ് എക്സാമിനേഷൻ നടക്കുക. മോർണിംഗിലും ആഫ്റ്റർനൂണിലും ആയിട്ട് 2 ഷിഫ്റ്റുകളിൽ നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. ഏത് ദിവസമാണ്, ഏത് ഷിഫ്റ്റാണ് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് വരും. സോ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ആ മെസ്സേജ് കിട്ടും. മിസ് പറയാൻ പോകുന്നത് ഏതൊക്കെ ദിവസങ്ങളിലായിട്ടായിരിക്കും, നിങ്ങൾക്ക് എവിടെയൊക്കെ വെച്ചിട്ടായിരിക്കും എക്സാമിനേഷൻ നടക്കുക എന്നുള്ളതാണ്. നമ്മുടെ എക്സാമിനേഷൻസ് നടക്കാൻ പോകുന്നത് 28th ജൂണിലും 5th ജൂലൈയിലുമാണ്. രണ്ടും സൺഡേസിലാണ്. സോ ഓൺലൈൻ സ്റ്റുഡൻസ് പ്രത്യേകം നോക്കുക ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ ഡിസ്ട്രിക്റ്റുകാർക്കാണ് എക്സാമിനേഷൻ നടക്കുക എന്നുള്ളത്. 28ന് നമുക്ക് എക്സാമിനേഷൻ നടക്കുന്നത് ആലപ്പുഴ, അതേപോലെ കൊല്ലം, പത്തനംതിട്ട സ്റ്റുഡൻസിന് ഒരു സെൻട്രലായിട്ട് നമ്മുടെ കൊല്ലത്തെ എക്സാമിനേഷൻ നടക്കും. കോട്ടയത്ത് 28നാണ്. എറണാകുളം, ട്രിവാൻഡ്രം, കാലിക്കറ്റ് ഒക്കെ 28നാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത്. ബാക്കി ജില്ലകളിൽ നമുക്ക് 5th-നാണ് എക്സാമിനേഷൻ നടക്കുക. വിച്ച് മീൻസ് നമുക്ക് തൃശ്ശൂർ, കാസർഗോഡ്, മലപ്പുറം ആൻഡ് കാലിക്കറ്റ് 28നും 5th-നും നടക്കുന്നുണ്ട്. പല ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും നമുക്ക് അത് അലൊക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. പാലക്കാട്, കണ്ണൂർ ഇവിടെയെല്ലാം നിങ്ങൾക്ക് 5th-നാണ് എക്സാമിനേഷൻ നടക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എക്സാമിനേഷൻ 2 ഷിഫ്റ്റിലായി നടക്കുന്നത് കൊണ്ട് തന്നെ ഏത് ഷിഫ്റ്റാണോ അലൊക്കേറ്റ് ചെയ്യുന്നത് ആ ഷിഫ്റ്റിന്റെ സമയത്ത് മാത്രം നമ്മൾ കമ്പ്യൂട്ടർ സെന്റേഴ്സിൽ എത്തിച്ചേർന്നാൽ മതി. ആ ഷിഫ്റ്റുകൾ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കായിരിക്കും അപ്ഡേറ്റ് വരുന്നത്. സോ ഫൈനൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും ഷിഫ്റ്റും ടൈമും ഡേറ്റും അതേപോലെ സെന്ററിന്റെ ലിസ്റ്റും വരുന്ന മെസ്സേജിലൂടെയാണ് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ ഓരോ ജില്ലയിലും ഏതൊക്കെ സെന്റേഴ്സ് ആണെന്നുള്ള അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ കിട്ടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഡു വെരി ഗുഡ് ഇൻ യുവർ എക്സാമിനേഷൻ. ഓൾ ദ വെരി ബെസ്റ്റ്.